നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സൂഫിയാക്കളെ നമുക്ക് പരിചയമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ആത്മീയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രകാശകിരണങ്ങളായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുപോയ ഒരുപാട് മഹാരഥന്മാരെ സംബന്ധിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. അതിൽപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഒരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹു. അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വണങ്ങിക്കൊടുക്കാതെ രാവും പകലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമയവും സമ്പത്തും ചെലവഴിച്ച് ജീവിച്ച വലിയ മഹാനുഭാവനാണ്. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു അൻഹുവിനോട് കിടപിടിക്കുന്ന ചരിത്രത്തിന്റെ ഉടമസ്ഥർ വളരെ കുറവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനുഭാവൻ ബഹുമാനപ്പെട്ട അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സാധിക്കുക? ശരീരത്തിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു? പാതിരാത്രി മണിക്കൂറുകളോളം ഇബാദത്ത് ചെയ്യാൻ, രാത്രി സമയങ്ങളിൽ ഒരുപാട് പടച്ചതമ്പുരാന് ആരാധനകൾ അർപ്പിക്കാൻ, പകൽ സമയത്ത് അള്ളാഹു പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിൽ നിന്ന് ഒരു അണുകിട വ്യതിചലിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഒരു ചിറകു വെച്ച പറകയെ പോലെ പറന്നുയരാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും ഞാൻ എന്റെ ശരീരത്തിനോട് വഅദ് പറയുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ എന്റെ ശരീരത്തിനോട് വഅദ് പറയും. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിനോട് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ അദാബുകളെക്കുറിച്ച്, ഹാദിമുൽ ലദ്ദാത്ത് അൽ മൗത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചൊക്കെ ഞാൻ എന്റെ ശരീരത്തിനോട് പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ശരീരം അത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയമല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഭയമില്ല. ഈ ഇസ്ലാമിക് സെന്ററിന്റെ മനോഹരമായ ഈ വേദിയിൽ എത്ര വിഷയം നിങ്ങൾ കേട്ടു, എത്ര പ്രഭാഷകന്മാർ വന്ന് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനം അല്ലാഹു വിജയിപ്പിക്കട്ടെ. കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ മുഴുവനും വന്നു, എഴുത്തുകാർ മുഴുവനും വന്നു, പ്രഭാഷകന്മാർ മുഴുവനും വന്നു. ചില പ്രസംഗം കേൾക്കുമ്പോ നിങ്ങൾ തന്നെ ഈ കസേരയിലിരുന്ന് കരഞ്ഞ് 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 കണ്ണീര് തൂകിയിട്ടുണ്ട്. പലിശയെക്കുറിച്ച് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് നടത്തിയ പ്രഭാഷണത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലിരുന്ന ക്രെഡിറ്റ് കാർഡ് വലിച്ചു കീറിയിട്ട് ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നത് എനിക്കറിയാം. അങ്ങനെ വെച്ചു നോക്കുമ്പോ മനസ്സിന് ഒരുപാട് മാറ്റമുണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ തന്റെ ശരീരത്തിനും മനസ്സിനും പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ ശരീരം നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്നില്ല. വീണ്ടും വ്യഭിചാരത്തിലേക്ക്, വീണ്ടും കള്ളിലേക്ക്, വീണ്ടും അനാവശ്യത്തിലേക്ക്, വീണ്ടും അനാശാസ്യത്തിലേക്ക് നമ്മുടെ ശരീരം പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബുൽ ലൈസു സമർക്കന്ദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആ ഒരു പ്രസംഗം കൊണ്ട് എന്റെ ശരീരത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും ഞാൻ എന്റെ ശരീരത്തിന് ആ രീതിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, പക്ഷേ കഴിഞ്ഞില്ല. അവസാനം എന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞത്, എന്റെ ശരീരപ്പെട്ട ശരീരം ആഗ്രഹിക്കുന്ന ഭക്ഷണം ഞാൻ കൊടുത്തില്ല. എന്റെ ശരീരം ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല. വെള്ളം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല. സുഖം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ കൊടുത്തില്ല. എന്റെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സന്തോഷവും കൊടുക്കാതെ എന്റെ ശരീരത്തെ ഞാൻ പട്ടിണിക്കിടുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തപ്പോ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ എന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവെനിക്ക് തന്നു. ഇപ്പോ ഞാൻ പറയുന്ന സ്ഥലത്ത് എന്റെ ശരീരം നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ 11 മാസവും ദുനിയാവിന്റെ രസത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരത്തെ റമളാൻ എന്ന് പറയുന്ന കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൗഭാഗ്യത്തിലൂടെ അഹങ്കാരത്തിന്റെ, അഹംഭാവത്തിന്റെ ഒരു മനോഭാവത്തിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ പരിശുദ്ധ റമളാനിലൂടെ അല്ലാഹു ആഗ്രഹിക്കുകയാണ്. കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് റമളാൻ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ,
നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഭക്തിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ശരീരത്തെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ, സൽക്കർമ്മത്തിലൂടെ ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ പൊരുത്തത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ റമളാൻ തന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, നാട്ടിലുള്ള നോമ്പിനേക്കാൾ മണിക്കൂറുകളോളം നോമ്പ് പിടിക്കുന്ന അബൂദാബിയിലെ പ്രിയപ്പെട്ട പ്രവാസികളെന്ന് മുദ്രകുത്തപ്പെട്ട രക്തം വിയർപ്പാക്കി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ മനോഹരമായ ഇസ്ലാമിക് സെന്ററിന്റെ മസ്ജിദിൽ ഇമാമത്തിരുന്ന പ്രിയപ്പെട്ട സഹോദരന് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. എത്ര മധുര മനോഹരമായ ഖുർആനിന്റെ വചനങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കാതുകളിലൂടെ കേട്ടത്. ഇത് റമളാനാണെന്ന് ശരീരത്തിന്റെ ഓരോ ഞരമ്പുകളും പറയുകയാണ്, ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും പഠിപ്പിച്ചെടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമളാനിന്റെ പ്രത്യേകതകളുണ്ട്, കുറെ പ്രത്യേകതകൾ. റമളാൻ മാസത്തിന് മാത്രമുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധം, ദുർഗന്ധം. അത്യബു ഇൻദല്ലാഹ് മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സുഗന്ധമുള്ളതാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഖലൂഫു ഫമി സായിമി, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഒരു ഗന്ധമുണ്ട്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത് എന്ന് പറയുന്നത്. മിസ്വാക്ക് കറാഹത്താണ്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്താൽ നോമ്പിന്റെ പ്രതിഫലം കുറയും അവന്. വളരെ ശ്രദ്ധിക്കണ്ടേ. നോമ്പുകാരൻ നോമ്പിന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്താൽ നോമ്പിന്റെ പ്രതിഫലം അവന് കുറയുമത്രേ. കാരണം അത്യബു ഇൻദല്ലാഹ്, അവന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അല്ലാഹുവിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. മുഹദ്ദിസീങ്ങൾ ഇതിന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളത് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധം കസ്തൂരിയേക്കാൾ അള്ളാഹിന്റെ അടുത്ത് സുഗന്ധമുള്ളതാണ്. നല്ല നോമ്പുകാരനെ കുറിച്ചാണ് ഈ പറയുന്നത്. നോമ്പിന് നിയ്യത്തും വെച്ച് വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഫേസ്ബുക്കിൽ നോക്കുന്നവർക്കും അല്ല. അനാവശ്യമായ ബന്ധങ്ങൾ, അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ നോട്ടങ്ങൾ അവരെ കുറിച്ചല്ല. അവർക്ക് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സമാപനമെന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നവർ. അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. അപ്പോ 2-3 അഭിപ്രായങ്ങൾ പറയുന്നു മുഹദ്ദിസീങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, നിങ്ങൾ മരണപ്പെടുമ്പോൾ, യഥാർത്ഥ നോമ്പുകാരൻ മരണപ്പെടുമ്പോൾ അവന്റെ വായുടെ ഗന്ധം കസ്തൂരിയുടെ സുഗന്ധമായിട്ട് അള്ളാഹിന്റെ അടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ മയ്യത്തിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും യഥാർത്ഥ നോമ്പുകാരൻ മരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ചില ആളുകൾ നോമ്പുകാരായി തന്നെ മരിക്കാൻ വേണ്ടി കൊതിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, മുഅ്തദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹധർമ്മിണിയോട് പറയുന്നു, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാ. പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, നിങ്ങൾക്ക് നോമ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തന്റെ സഹധർമ്മിണിയായ ഭാര്യ തനിക്ക് നോമ്പാണ് എന്ന് അറിയുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു അത്താഴം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അത്താഴം കഴിച്ചില്ല. അത്താഴത്തിൽ ബറക്കത്തുള്ളത് കൊണ്ട് എല്ലാ സ്വഹാബികളും എല്ലാ മഹാന്മാരും ഒരു കാരക്കയെങ്കിലും ആ സമയത്ത് കഴിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു തആല അൻഹു അതിനുവേണ്ടി ഭാര്യയെ വിളിച്ചുണർത്തേണ്ട കാര്യമില്ല. ആ ചെറിയ അത്താഴം കഴിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് മുഅ്തദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പട്ടിണി കിടക്കുകയാണ്, നിങ്ങളും മടങ്ങി വരുന്നത് വരെ ഈ വീട്ടിൽ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കൂല. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണെ, അല്ലാഹു എനിക്ക് ആയുസ് തന്നാൽ
ഇന്നത്തെ യുദ്ധത്തിന്റെ രണാകണത്തിൽ ഷഹീദായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന ഒരു ഭാഗ്യം എനിക്ക് തരാതെ അള്ളാഹു എന്നെ മടക്കി കൊണ്ടുവന്നാൽ എന്റെ പ്രിയപ്പെട്ടവളെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല യുദ്ധത്തിന്റെ രണാകണത്തിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എടുത്തു കൊടുത്ത പതാക തന്റെ വലത്തെ കയ്യിൽ പിടിക്കണമെന്ന് മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ അത് വലത്തെ കൈകൊണ്ട് പിടിച്ചുപോയ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല ആ വലത്തെ കൈ വെട്ടിമാറ്റി ഇടത്തെ കൈ വെട്ടിമാറ്റി വലത്തെ കാല് വെട്ടിമാറ്റി ഇടത്തെ കാല് വെട്ടിമാറ്റി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന അബൂദാബിയിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു 15 മണിക്കൂർ പട്ടിണി കിടക്കുമ്പോ, ഒരു 14 മണിക്കൂർ പട്ടിണി കിടക്കുമ്പോ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാരോടാണ് നീ വിളിച്ചു പറഞ്ഞത് ഞാനാണ് വലിയ നോമ്പുകാരൻ, എനിക്ക് 15 മണിക്കൂറുണ്ട്, എനിക്ക് 16 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞ് 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 ആ നോമ്പിന്റെ പ്രതിഫലം കളയുന്ന മടയന്മാരായ അബൂദാബിയിലെ ചെറുപ്പക്കാരാ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിന്റെ രണാകണത്തില് നോമ്പുകാരനായിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെട്ടിയെറിഞ്ഞ് കഷണങ്ങളായി വലിച്ചെറിയപ്പെടുമ്പോ ഓടി വരികയാണ് ഒരു പ്രിയപ്പെട്ട സഹാബി ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ട്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തെ കുടിച്ചു കൊടുക്കുമ്പോ കൈകൊണ്ട് തട്ടിയിട്ട് പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനായി മരിക്കാൻ കൊതിക്കുന്നവനാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ, ആ മഹദി ലോകത്തിൽ നിന്ന് വിട പറയാൻ നേരം തന്റെ പ്രിയപ്പെട്ട പരിചാരക വെള്ളം കൊണ്ട് കൊടുത്തപ്പോ പറഞ്ഞു, 30 വർഷം കൊണ്ട് അള്ളാഹുലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് എനിക്ക് നോമ്പുകാരിയായി മരിക്കണം എന്നതാണ്. ഈ വളരെ അടുത്ത സമയം കണ്ണൂർ ജില്ലയുടെ ചക്കരക്കല്ലോ സ്ഥലത്തൊരു മകൻ ബേക്കറിയിൽ പണിയെടുത്തിട്ട് മിഅ്റാജ് നോമ്പിന്റെ ചക്കരക്കല്ലല്ലേ അവിടാണെന്ന് തോന്നുന്നു. ആ സ്ഥലത്തൊരു സാധുവായ കുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കുഞ്ഞുമകൻ 14 വയസ്സേ ഉള്ളൂ. തന്റെ പഠനം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു ബേക്കറിയിൽ. അവിടെ പോയി ഇത് വൃത്തിയാക്കുക, ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കൊടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്, തന്റെ കുടുംബത്തിന് അത്താണിയാകുന്ന 14 വയസ്സുകാരൻ. നിങ്ങളൊന്നും വലിയ അഭിമാനം പറയാൻ അർഹതപ്പെട്ടവരല്ല. നിങ്ങൾ പറയും 20 കൊല്ലം കൊണ്ട് ഞാൻ അബൂദാബിയിൽ, 30 കൊല്ലം കൊണ്ട് അബൂദാബിയിൽ ഉസ്താദേ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി അങ്ങ് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു യോഗ്യതയും നമുക്കില്ല പറയാൻ. നമ്മൾ ആരും ജീവിതത്തിൽ ചില മക്കളുടെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരും കഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങൾ പിടിക്കുന്ന നോമ്പിന്റെ ശക്തി അറിയിക്കാൻ വാട്സപ്പിലൂടെ വെയിലത്ത് എണ്ണ വെച്ചിട്ട് പപ്പടം ചുട്ടവരാണ് പ്രവാസികളായ നിങ്ങൾ. പിന്നാണോ ബാക്കിയുള്ളവരെ കഥ പറയാ? നിങ്ങളുടെ നോമ്പിന്റെ കാര്യം പോക്ക. നിങ്ങൾ നാഴിക്ക് 40 വട്ടം നാട്ടിൽ വിളിക്കുമ്പോൾ വൈഫിനോട് ചോദിക്കും, നോമ്പ് തുറക്കാൻ സമയം എവിടെയായി? എനിക്ക് ഇനിയും ഉണ്ട് 4 മണിക്കൂർ ഇതാ കിടക്കണം എന്ന് പറയില്ലേ. അപ്പൊ നമ്മുടെ നോമ്പാണ് പോവാ, നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും, അതിന്റെ പ്രതിഫലം പോകും. എന്തിനാണ് വെറുതെ പറഞ്ഞു നമ്മൾ വലിയ മിടുക്കന്മാരാകാനാണ് പറയാ, പക്ഷെ പ്രതിഫലം കിട്ടൂല. അസൗമുല്ലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അത്ര അവകാശത്തോടെ അള്ള പറഞ്ഞ അമലിനെ നമ്മൾ ഇല്ലാതാക്കരുത്. ആ പൊന്നുമോൻ മിഅ്റാജ് നോമ്പിന്റെ അന്ന് ബേക്കറിയുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് അടിച്ചു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ പലവിധ ജോലികളുമായി ബന്ധപ്പെടുന്നവരാണ്. അള്ളാഹു താല നമ്മെ കാത്തിരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ പൊന്നുമോനെ കറണ്ട് അടിച്ചപ്പോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ തുറന്ന് സമ്മതിക്കുകയാണ്, രക്ഷയില്ല. കുറച്ചുകൂടി ഫെസിലിറ്റീസുള്ള വലിയ ഒരു ഹോസ്പിറ്റലിലേക്ക് ആ പൊന്നുമോനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോ വലിയ ഹോസ്പിറ്റലിലേക്ക് ആ പ്രിയപ്പെട്ട ഡോക്ടർ തന്നെ, മുസ്ലിം ഡോക്ടർ തന്നെ പൊന്നുമോനെ കൊണ്ടുപോകുമ്പോ അള്ളാഹുവേ, ആ ഡോക്ടർ ആ പൊന്നുമോന്റെ നാഡീഞരമ്പ് പിടിച്ചു നോക്കിയിട്ട് തീരുമാനിക്കുന്ന സാധ്യത വളരെ കുറവാണ്. എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോന് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു, അവൻ എത്രയും പെട്ടെന്ന് മരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോ മരണവേദന കൊണ്ട് പിടയുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചുണ്ടുകളിലേക്ക് ആ ഡോക്ടർ വെള്ളമെടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോ 14 വയസ്സു മാത്രമുള്ള പൊന്നുമോൻ
14 വയസ്സു മാത്രമുള്ള പൊന്നുമോൻ ആ ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് സുന്നത്തു നോമ്പാണ്, മുത്ത് റസൂലിന്റെ മേറാജിന്റെ നോമ്പ് പിടിച്ചിട്ട് ഞാനങ്ങ് മരിക്കട്ടെ എന്ന് പറഞ്ഞ സഫ്രാസ് എന്ന 14 വയസ്സുള്ള പൊന്നുമോന്റെ യോഗ്യത പോലും ഈ റമദാനിൽ പറയാൻ നമുക്കില്ലാതെ വന്നാൽ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഒറ്റ ദിവസമാണ് റമദാനിന്റെ, ഒരു ദിവസമാണ് കഴിഞ്ഞു പോയതെങ്കിലും ഈ റമദാനിന്റെ ഒരു ദിവസം ഇന്ന് എത്ര ആളുകളെ ശപിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. ഇന്ന് എത്ര ആളുകളെ റമദാനിന്റെ ഒരു ദിവസം ശപിച്ചിട്ടുണ്ട്, എത്ര പെണ്ണിന് എത്ര ആണിന് ആ പരിശുദ്ധ റമദാനിന്റെ ഒരു ദിവസം ഇന്ന് ശപിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.